Hey all, this is me Anil here, your coach, your mentor, your trainer in trading. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞില്ല, ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നല്ലൊരു സൂപ്പർ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ആൻഡ് ബാങ്ക്. നിഫ്റ്റി ബാങ്ക് സൂപ്പർബായിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റി ബാങ്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും നമുക്ക് സ്മൂത്ത് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി മിഡ് ക്യാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ലൈവ് ചെയ്യുന്നുണ്ട് ട്രേഡ് മാച്ച് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരാൾ മിഡ് ക്യാപ്പിന്റെ കാര്യം ചോദിച്ചു, പറഞ്ഞൊരു കൺസേൺ പറഞ്ഞു, അവിടെ മാർക്കറ്റ് ഓർഡർ വർക്കൗട്ട് ആവുന്നില്ല, എന്തായിച്ചു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി എടുത്തതായിരുന്നു. ബട്ട് ജസ്റ്റ് എല്ലാവരുമായിട്ട് ട്രേഡ് എടുക്കാം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ ഒരു ബിഡ് കണ്ടിന്യൂ ചെയ്തു. നമുക്കതും പ്രോഫിറ്റ് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആ ഒരു അലൈഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് സൂപ്പർ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം നാളെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് വൺ നിഫ്റ്റി. നിഫ്റ്റിന്ന് ആദ്യം തന്നെ ഇങ്ങനെ പോയിട്ട് ഈ ഒരു സെർട്ടൻ ലെവലായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇതിന് താഴെ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ സെർട്ടൻ ലെവൽ വരെ സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ ഇതിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ 26,000 മുകളിൽ നാളെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ബുള്ളിഷ് ആകാനായിട്ട് സാധിക്കുന്നതാണ്. ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് നമ്മുടെ വ്യൂ ബുള്ളിഷ് തന്നെയാണ്. ഈവൻ ഈ ഒരു മാസം, അതായത് സെപ്റ്റംബർ 1 ഒരു 20th വരെ മാർക്കറ്റ് മൂവ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ സ്റ്റിൽ ബുള്ളിഷ് ആയിരുന്നു. കാരണം തരുന്നുണ്ടായിരുന്നു, ഗ്യാപ്പ് അപ്പ് വരും, സസ്റ്റെയിൻ ചെയ്യും, പിന്നെ ഇറങ്ങത്തില്ല, സൈഡ് വേസ് ആയിരുന്നു. ബട്ട് എന്നാൽ ഇന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് നമുക്ക് നിഫ്റ്റി ബാങ്ക് എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു ട്രജക്ടറി മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റി ബാങ്കിൽ ക്യാച്ച് ചെയ്യാൻ സാധിച്ചില്ല. ലിമിറ്റ് ഓർഡർ കീപ്പ് ചെയ്ത് വെച്ചു, നമുക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് എന്നാൽ നാളെ നമ്മളൊരു സെർട്ടൻ ലെവൽ നോക്കുകയാണെങ്കിൽ 54,200 മുകളിൽ, അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിലാണ് എങ്കിൽ നമ്മൾ നാളെ ബുള്ളിഷ് ആയിരിക്കുന്നതാണ്. എവിടെയാണ് ടാർഗറ്റ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അലൈഡ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. അതുമല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 വരെ ഒരുമിച്ചിരുന്ന് നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്, അവിടെ അറ്റൻഡ് ചെയ്യുക. അടുത്ത് നമുക്കൊന്ന് ഫിൻ നിഫ്റ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് ഇന്ന് നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ഹാൻഡ് ടു ഹാൻഡ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫിൻ നിഫ്റ്റി കണ്ടോ, ആ ബാങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു മൂവ്മെന്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,000, ലെറ്റ്സ് സേ 25,000 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ ബുള്ളിഷ് ആവും. നിഫ്റ്റി 26,000 ആൻഡ് ഇവിടെ നമുക്ക് 25,000 മുകളിലായിരുന്നെങ്കിൽ നമ്മൾ ബുള്ളിഷ് ആകുന്നതായിരിക്കും ഫിൻ നിഫ്റ്റിയിൽ. ആൻഡ് ഫൈനലി മിഡ് ക്യാപ് നിഫ്റ്റി കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. മിഡ് ക്യാപ് നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് ഇന്ന് എക്സ്പയറി ആയിരുന്നു, അതുകൊണ്ടായിരുന്നു വലിയൊരു സ്ട്രോങ് മൂവ്മെന്റ് എടുക്കേണ്ടതെന്ന് വെച്ചത്. ബട്ട് എന്നാൽ നമുക്ക് പ്രീമിയം ഓൾമോസ്റ്റ് 40 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എങ്ങാനും ഹീറോ വർക്കൗട്ട് ആയാലോ എന്ന് സസ്റ്റെയിൻ ചെയ്തിരുന്നു. ബട്ട് ഇടയ്ക്ക് വെച്ച് നല്ലൊരു ട്രജക്ടറി മൂവ്മെന്റ് കിട്ടുകയും ഓൾമോസ്റ്റ് 100ൽ വെച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, എടുക്കാമായിരുന്നു, എക്സ്പയറി ആയതുകൊണ്ടും. അത് മാത്രമല്ല ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ടില്ല, ലാസ്റ്റ് ഒരു 5-6 ഡേയ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു പോസിറ്റീവ് കോറിലേഷൻ ഇല്ല മിഡ് ക്യാപ്പിന്. നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റിയുമായിട്ട് ഒരു പോസിറ്റീവ് കോറിലേഷൻ ഇല്ല. ഇവർ 3 പേരും പോസിറ്റീവ് കോറിലേഷൻ പോകുന്നു, പക്ഷേ മിഡ് ക്യാപ്പ് അതിനനുസരിച്ചല്ലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അത്ര സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പം മിഡ് ക്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ 13,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 13,225 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാളെ മിഡ് ക്യാപ്പിലും ബുള്ളിഷ് ആയിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. നാളെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ മൈറ്റ് ബി വർക്കൗട്ട് ആകുമായിരിക്കാം ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ. ആൻഡ് ഫൈനലി നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരെണ്ണം മാത്രം ചെക്ക് ചെയ്ത് നോക്കാം. നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്, ഓൾമോസ്റ്റ് 635 ആയിട്ടുള്ള കറൻറ്റ്ലി. അത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുവാണ്. 208.4ൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുവാണ്. ഇവിടെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് കാണാവുന്നതാണ്. ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.